الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് ഹൂദിലെ 91-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهطك لرجمناك وما أنت علينا بعزيز. قالوا അവർ പറഞ്ഞു, യാ ഷുഐബു, അല്ലയോ ഷുഐബ്, മാ നഫ്ഖഹു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കസീറം മിമ്മാ തഖൂലു, നീ പറയുന്നതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ല നറാക്ക, വ ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ല നറാക്ക നിന്നെ കാണുന്നു, ഫീന ഞങ്ങളിൽ, ലഈഫൻ ഒരു ദുർബലനായിട്ടാണ് കാണുന്നത്. വലൗല റഹ്തുക നിന്റെ ബന്ധുക്കളില്ലായിരുന്നുവെങ്കിൽ, ല റജംനാക്ക നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അന്ത അലൈന നീ ഞങ്ങളിൽ, വമാ അന്ത നീയല്ല, അലൈന ഞങ്ങളുടെ മേൽ, ബി അസീസ് ഇസ്സത്തുള്ളവൻ പ്രതാപമുള്ളവനൊന്നുമല്ല, ഞങ്ങളുടെ മേൽ നീ പ്രതാപമുള്ളവനൊന്നുമല്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാലു അവർ പറഞ്ഞു, യാ ഷുഐബ്, അല്ലയോ ഷുഐബ്, മാ നഫ്ഖഹു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കസീറൻ മിമ്മാ തഖൂലു നീ പറയുന്നതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ല നറാക തീർച്ചയായും ഞങ്ങൾ നിന്നെ കാണുന്നു, ഫീന ഞങ്ങളിൽ, ലഈഫൻ ദുർബലനായിട്ട്. വലൗല റഹ്തുക ല റജംനാക നിന്റെ ബന്ധുക്കളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ കല്ലെറിഞ്ഞത് തന്നെ. റജ്മ്. വമാ അന്ത അലൈന ബി അസീസ്, വമാ അന്ത നീ അല്ല, അലൈന ഞങ്ങളുടെ മേൽ, ബി അസീസ് ഇസ്സത്തുള്ളവൻ പ്രതാപമുള്ളവൻ, ഞങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ വലിയ നിലയും ബലമുള്ളവനൊന്നും അല്ലയ്യോ എന്ന് അവഗണിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെയാണ് അവർ അദ്ദേഹത്തോട് ചെയ്തത്. അപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് അവസാനമായി ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. എന്നോടുള്ള ഭിന്നിപ്പ് അല്ലെങ്കിൽ എന്നോടുള്ള വിദ്വേഷം, എന്നോടുള്ള പ്രതിഷേധം, എന്നോടുള്ള വിഘടനം, അതൊക്കെ നിങ്ങളെ ശിക്ഷയിലേക്ക് എത്തിക്കാത്ത വിധത്തിലാകട്ടെ എന്ന് അദ്ദേഹം അവരോട്, അഥവാ ഈ ഭിന്നിപ്പും ഈ വിഘടനവും ഈ എതിർപ്പും വിരോധമൊക്കെ നിങ്ങളെ ശിക്ഷയിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞത് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ 89 പഠിച്ചു. 90 അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും അവസരമുണ്ട് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനും തൗബക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ റബ്ബ് സ്നേഹമുള്ളവനാണ്, അതുകൊണ്ട് നിങ്ങളുടെ തൗബയും നിങ്ങളുടെ പാപമോചന പ്രാർത്ഥനകൾക്കും അവൻ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നുകൂടെ ഒരു ശ്രമം അദ്ദേഹം നടത്തും. ഇപ്പോൾ അവർ പറഞ്ഞത്, ഖാലൂ യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂലു നീ പറയുന്നതിലെ ഒട്ടുമിക്ക കാര്യവും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ? ശുഐബ് നബി അലൈഹി സ്വലാം ആരാണ്? ഖതീബുൽ അംബിയ, അംബിയാക്കന്മാരിലെ ഖതീബാണ്, പ്രഭാഷകനാണ്. ഒരാൾ ഖതീബ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് ആരാ കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അതിനുള്ള സാമർഥ്യം ഉണ്ടായിട്ട് തന്നെയാണ്. ഖുതുബ പറഞ്ഞാൽ ഒരുപാട് പ്രസംഗിക്കലല്ല, പ്രസംഗിക്കണ വിഷയം കേൾക്കുന്നവർക്ക് മനസ്സിലാകല. അല്ലാതെ എൻ്റെ പ്രഭാഷണ ചാതുരി, എൻ്റെ വർത്തമാനം പറയാനുള്ള കഴിവ്, അത് ആൾക്കാരെ ബോധ്യപ്പെടുത്തലല്ല ഖുതുബയുടെ, പ്രസംഗത്തിൻ്റെ, ക്ലാസിൻ്റെ ഒന്നും ലക്ഷ്യം. പിന്നെന്താ? ഒരു ഖുതുബ നടത്തുമ്പോൾ ഞാൻ നടത്തുന്ന ഖുതുബ ആളുകളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തേണ്ടത് എന്നൊരു ഖതീബ് നേരത്തെ തീരുമാനിക്കണം. ഞാൻ ഇന്ന് പറയുന്ന ഖുതുബയിലൂടെ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലാതെ എൻ്റെ ഖുതുബ ചെയ്യാനുള്ള കഴിവ്, എൻ്റെ വർത്തമാനം പറയാനുള്ള കഴിവ്, അത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അതാണോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഖതീബിന് ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല.
ഇപ്പോൾ ശുഐബ് നബി അലൈഹി സ്വലാം ജനങ്ങൾക്ക് കൃത്യമായി പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവുള്ള അപാരമായ പ്രഭാഷണ ചാതുരിയുള്ള മഹൽ വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്ത് ഫുസ്സിലത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ പറഞ്ഞതായിട്ട് എതിരാളികൾ വഖാലു ഖുലൂബുന ഫി അകിന്നത്തി മിമ്മാ തദഉന ഇലൈഹി, ഈ വിളിക്കുന്ന വിഷയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിന് മൂടിയിട്ടിരിക്കുകയാണ്. ഹൃദയത്തിന് അടപ്പാണ്, അല്ലാതെ അവർക്ക് കേൾക്കാൻ കഴിയണില്ല എന്നോ സംഗതി മനസ്സിലാവണില്ല എന്നൊന്നുമല്ല. ഞങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞങ്ങളത് സ്വീകരിക്കാൻ സന്നദ്ധരല്ല എന്നാണ്. അതേമാതിരി അൽബക്കറിൽ നമ്മൾ പഠിച്ചപ്പോൾ കാലു കുലൂബുന കുൽഫുൻ, ഞങ്ങളുടെ ഹൃദയം തന്നെ മൂടിയാണ്, അടപ്പാണ്. അത് കൊണ്ടുപോകാൻ കയറൂല എന്നാണ്. മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂലു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ചിലതൊക്കെ ശരി, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്തതാണ്, അഥവാ ഞങ്ങളത് സ്വീകരിക്കാൻ സന്നദ്ധരല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇന്നത് മാത്രമല്ല, വൈന്നാല നറാക്ക ഫീന ലായിഫ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ, നീ ആരാ? ആ ഒരു ചോദ്യം ഒരു അവഗണനയാണ്, ഒരു പരിഹാസമാണ്. നീ ആരാ? അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ നീ ഒരു വലിയ, അത് നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. അല്ലെങ്കിൽ ഓനാരാ, അല്ലെങ്കിൽ നീ ആരാ? അതെന്താണ്? നിനക്ക് അത്ര വലിയ സ്ഥാനവും മാനവും വാല്യൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് അവർ പറയാം. ലൈഫ്, ദുർബലനാണ് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ആളൊന്നുമല്ല. അത് ഇനി വൈന്ന, തീർച്ചയായും ഞങ്ങൾ നറാക്ക, നിന്നെ കാണുക തന്നെ ചെയ്യുന്നു, ഫീന, ഞങ്ങളിൽ ലൈഫൻ, ദുർബലനായിട്ട്. ഈ അത്ര വലിയ ആളൊന്നുമല്ല ഞങ്ങളുടെ ഇടയിൽ, നീ വളരെ നിസ്സാരനാണ്. അല്ലാതെ ശാരീരികമായി ലൈഫാണ്, ദുർബലനാണെന്നല്ല. പ്രവാചകന്മാരൊക്കെ നല്ല കരുത്തുള്ള ആൾക്കാരാണ്, ശാരീരികമായ ക്ഷമതയുള്ള ആളുകളാണ്. പക്ഷേ നിനക്ക് ഞങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനവും മാനമൊന്നുമില്ല, അത് മനസ്സിലാക്കണം ആദ്യം. പിന്നെ ഈ പറഞ്ഞത് എങ്ങനെ ഞങ്ങളെ സ്വീകരിക്കുക? ഞങ്ങൾ പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ ഇവിടെ വ്യാപാര വ്യവസായ പ്രമുഖരാണ് ഞങ്ങൾ. ശുഐബ് നബി അലൈഹി സ്വലാം ചില്ലറക്കാരനല്ല, വലിയ കച്ചവടക്കാരനാണ്, വലിയ ധനാഢ്യനാണ്, സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. അതൊക്കെ അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ അവർ അവഗണിക്കുകയാണ്. അതാണ് വൈന്നാല നറാക്ക ഫീന ലൈഫൻ വലൗല റഹ്തുക. അവിടെ റഹ്തു തന്നെ അദ്ദേഹത്തിൽ ഏതാനും വരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തിനോടുള്ള ഒരു പക്ഷപാതിത്വം ഉണ്ടാവുമല്ലോ, അതാണ് റഹ്ത്ത്. റഹ്ത്ത് തന്നെ ശരിക്കും 3 മുതൽ 10 വരെ വരുന്ന, അല്ലെങ്കിൽ 3 മുതൽ 9 വരെ വരുന്ന എണ്ണസംഖ്യക്കാണ്. 9 ആളുണ്ടെങ്കിൽ ഒക്കെ റഹ്ത്ത് എന്നാണ് പറയുക. അതിൽ 3-ലധികം ആളുണ്ട്, എന്നാൽ 10 ആൾ കഴിഞ്ഞിട്ടില്ല. 10 ആൾ കഴിഞ്ഞില്ല പറഞ്ഞാൽ അതൊരു അവഗണന ആണ്. റഹ്ത്തുക്ക് എന്നിൻ്റെ ഈ ചെറിയ സംഘം അവരാണോ? അവരുണ്ടായിരുന്നില്ലെങ്കിൽ വലൗല റഹ്തുക, നിൻ്റെ ഈ കുടുംബം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതാണ് കുടുംബം എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാനുണ്ടായിരുന്നു, ആ കുടുംബത്തിനോടുള്ള താല്പര്യം കൊണ്ട്. റജംനാക്ക, റജുമ ചെയ്യാറിന് എന്താ? എറിയാന്നാണ്. റജംനാക്ക, ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുമായിരുന്നു എന്നാണ്. ഇത് നൂഹ് നബി അലൈഹി സ്വലാമയോട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ അഭിപ്രായ ഭദ്രതയൊന്നും ഇല്ലാത്ത കുറച്ച് സാധാരണക്കാരാണ് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വലിയ ആളൊന്നും അല്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സൂറയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതേമാതിരിയാണ് അവർ പറയുക. വലൗല റഹ്തുക ലറജംനാക, ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ആ 5-8 ആൾക്കാർ ആ കൂട്ടത്തിലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലെ തുച്ഛം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാതെ വിടുന്നത്. വമാ അൻത അലൈന ബി അസീസ്, നേരത്തെ പറഞ്ഞത് നീ ഒരു മറ്റൊരു ഭാഷയിൽ പറയുകയാണ്. വമാ അൻത, നീ അല്ല, അലൈന, ഞങ്ങളുടെ മേൽ, ബി അസീസ്, ഇസ്സത്തുള്ളവൻ, ഞങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനവും വലിയ വിലയും വീരുന്നുള്ള ആളൊന്നും അല്ല നീ, വലിയ വിലയും വീരുന്നുള്ള ആളല്ല. അതാണ് ഇസ്സത്തുള്ള, പ്രതാപമുള്ളവനൊന്നുമല്ല. നേരത്തെ പറഞ്ഞില്ലേ, വൈന്നാല നറാക്ക ഫീന ലൈഫ, നീ ദുർബലനാണ് ഞങ്ങളുടെ ഇടയിൽ. അത് തന്നെ വേറൊരു ഭാഷയിൽ പറയാണ്, നീ ഞങ്ങൾക്കിടയിൽ വലിയ സ്ഥാനവും മാനവും ഒന്നുള്ള ആളല്ല. ഒമാ അന്ത, നീ അല്ല, അലൈന, ഞങ്ങളുടെ മേൽ, ബി അസീസിൻ, അന്തസ്സുള്ള അല്ലെങ്കിൽ പ്രതാപമുള്ള ആളൊന്നുമല്ല. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞർത്ഥം. ഖാലു, അവർ പ്രതികരിച്ചു, യാ ശുഐബ്, അല്ലയോ ശുഐബ്, മാ നഫ്ഖഹു, ഫിഖ് എന്താ? കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നാണ്. നമ്മൾ കർമ്മശാസ്ത്രം എന്നൊക്കെ അതിന് പിൽക്കാലത്ത് പറഞ്ഞു വരുന്നതാണ്. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനാണ് ഫിഖ് എന്ന് പറയുക. മാ നഫ്ഖഹു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് ഗ്രഹിക്കാനാകുന്നില്ല, കസീറൻ മിമ്മാ തഖൂലു, നീ പറഞ്ഞതിലെ ഒട്ടനവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒട്ടധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ കാര്യം മനസ്സിലായിട്ടില്ല എന്നല്ല, ഞങ്ങളത് ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം.
വഇന്നാല നറാക ഫീന ലഈഫ, നീ ഞങ്ങളിലെ ഒരു ദുർബലനായിട്ടാണ്, നിന്നെ ഞങ്ങളിലെ ഒരു ദുർബലനായിട്ടാണ്, ലഈഫായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വലൗല റഹ്തുക ലറജംനാക, നിന്റെ ബന്ധുക്കളില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞതു തന്നെ, അഥവാ എറിഞ്ഞാട്ടുമായിരുന്നു, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത, നീയല്ല, അലൈന ഞങ്ങളുടെ മേൽ ബിഅസീസിൻ, അന്തസ്സുള്ളവനല്ല, പ്രതാപമുള്ളവനല്ല, ഒരു വിലയും വീര്യവുമുള്ളവനല്ല ഞങ്ങൾക്കിടയിൽ, ഞങ്ങളുടെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോരുത്തർക്കും നൽകേണ്ട പദവിയും സ്ഥാനവും അത് പ്രവാചകന്മാർക്കുള്ളത് പ്രവാചകന്മാർക്ക് നൽകണം, മലക്കുകൾക്കുള്ളത് മലക്കുകൾക്ക് നൽകണം, അള്ളാഹുവിന് നൽകേണ്ട പദവിയും സ്ഥാനവും അള്ളാഹുവിന് നൽകണം. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തുമാറാകണേ. ഞങ്ങളുടെ കുട്ടികൾക്കും നീ ഹിദായത്ത് നൽകണേ രക്ഷിതാവേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ മലക്കുകളാൽ റൂഹ് പിടിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണം രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ